നമുക്കറിയാം നമ്മളുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ശരാശരി ഒരു 70 വയസ്സ് വരെ അല്ലെങ്കിൽ 75 വയസ്സ് വരെയാണ് ആക്റ്റീവായിട്ട്, അതായത് നമ്മുടെ ബോഡിയൊക്കെ അത്രയൊക്കെ നമുക്ക് മിക്കപ്പോഴും സപ്പോർട്ട് ചെയ്യുള്ളൂ. കൂടിപ്പോയാൽ 80 വയസ്സ് വരെ. ഈ 80 വയസ്സിനകത്ത് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമായിട്ടുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾക്കും അതിനുള്ള സാധ്യതയും സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ പ്രവൃത്തിയും മൈൻഡ് സെറ്റും അതിനായിട്ട് തയ്യാറായില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വലിയ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാതിരുന്നതിൻ്റെ പ്രധാന കാര്യങ്ങളിലൊന്ന്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള എത്ര സമയമാണെങ്കിലും ശരി, ഒരു മാസമാണെങ്കിലും നമ്മുടെ ലൈഫെങ്കിലും നമ്മളെ സംബന്ധിച്ചുള്ള ഇനി 50 വർഷം ഉണ്ടെങ്കിലും ശരി, നമ്മളെ സംബന്ധിച്ചോളം ഈ ഇരിക്കുന്ന ഓരോ കാലവും ഓരോ ദിവസവും നമ്മൾ മാക്സിമം നമ്മളുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പോകണം ഓരോ ദിവസവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ക്ലാസ്. പിന്നെ ഒരു ദിവസം, കാരണം ബാക്കി 6 ദിവസം നമ്മൾ ഹാർഡ് വർക്ക് എന്നുള്ള വാക്ക് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അത് മെൻ്റലി ആണെങ്കിലും ശരി, ഫിസിക്കലി ആണെങ്കിലും ശരി, അല്ലാത്ത ഡ്രീം നമ്മൾ സ്വപ്നം കാണാതെ നമ്മൾ ഓരോ പ്ലാൻ ചെയ്യുന്നതാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ശരി, നമ്മൾ ഇനിയുള്ള ഒരാഴ്ചയിൽ 6 ദിവസവും ഹാർഡ് വർക്ക് ചെയ്തേ മതിയാവും. ഹാർഡ് വർക്ക്, അതിനാവശ്യമായ റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണം, അതൊക്കെ ആസ് യൂഷ്വൽ. അതല്ലാതെ ഹാർഡ് വർക്ക് ചെയ്തേ മതിയാവും. കാരണം എന്തുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യാതിരിക്കണം എന്നുള്ളത് സ്വയം ചോദിക്കുക. ഇപ്പോൾ ഇന്ന് രാവിലെ 5:30 മുതൽ നമ്മൾ 6:30 വരെ ക്ലാസ്, അതിനുശേഷം നമ്മൾ രാവിലെ നമ്മൾ ഒരു ദിവസം നമ്മളെ സംബന്ധിച്ചോളം ബോഡിക്ക് റെസ്റ്റ് ആവശ്യമുള്ളത് ചുരുങ്ങിയ സമയമുള്ളൂ. അതൊരു 8 മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന 8 മണിക്കൂറിൻ്റെ റെസ്റ്റ് മാത്രമേ പരമാവധി ആവശ്യമുള്ളൂ. കൂടിപ്പോയാൽ ഇടയ്ക്ക് പലപ്പോഴായിട്ട് നമുക്കൊരു 1-1.5 മണിക്കൂറിൻ്റെ ഒരു ബോഡിക്ക് ചെറിയ റിലാക്സേഷൻ വേണ്ടി വരും. അതിനപ്പുറത്തേക്ക് റെസ്റ്റ് നമ്മളുടെ ബോഡിക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. ബാക്കി റെസ്റ്റ് മുഴുവൻ നമ്മളുടെ മൈൻഡിനാണ് ആവശ്യമുള്ളത്. മൈൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈൻഡിന് തോന്നുകയാണ് എൻ്റെ ബോഡി ടയേർഡായി, എനിക്ക് എത്രയും ഇനി മുന്നോട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം എന്നുള്ള ചിന്തകളൊക്കെ പലപ്പോഴും നമ്മളുടെ ബോഡിക്കല്ല മൈൻഡിനാണ് വരുന്നത്. ബോഡിക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള കഴിവുകളുണ്ട്, ബോഡിക്ക് അതിനനുസരിച്ചുള്ള ശീലങ്ങൾ മീൻസ് അതിനുള്ള പൊട്ടൻഷ്യലുണ്ട്. അതിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങളൊന്ന്. ഈ ബോഡിയുടെ കഴിവിനെ അല്ലെങ്കിൽ ബോഡിയുടെ ആ ഒരു എനർജിയെ അല്ലെങ്കിൽ ബോഡിയുടെ ആ ഒരു ശേഷിയെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. കാരണം ബോഡി ഉള്ളിടത്തോളം കാലം മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സാധ്യതയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഓരോ ദിവസത്തെ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞത് ഒരിക്കലും മറക്കരുത്, നമ്മൾ എന്ത് ചെറിയ കാര്യം ചെയ്യുകയാണെങ്കിലും ശരി, ഇതാണ് നമ്മുടെ ലൈഫിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്ത് ചെറിയ കാര്യം ചെയ്യുകയാണെങ്കിലും ശരി, ഒരു ചായ കുടിക്കുകയാണെങ്കിലും ശരി, അത് കുടിച്ച് തീർക്കേണ്ട സമയം കൊണ്ട് ആത്മാർത്ഥമായിട്ട് കുടിച്ച് തീർക്കുക തന്നെയാണോ, ആത്മാർത്ഥമായിട്ട് കുടിച്ച് തീർക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉപേക്ഷിക്കുക, അതിനുള്ള സമയം മെനക്കെടുത്തരുത്. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനായിട്ട് ഒരു ചായ കുടിച്ച് നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അത് കുടിച്ച് അവരെ ബോധിപ്പിക്കാൻ നിൽക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുത്ത് മാറ്റി വയ്ക്കുക. ആ കുടിക്കുന്ന സമയം പോലും നമ്മൾ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി, ഒന്നുമില്ലെങ്കിൽ ചിന്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കാൻ വേണ്ടിയോ പോലും ഉപയോഗിക്കുക. കാരണം ഓരോ ചെയ്തികളും ഓരോ ആക്ഷൻസും മാക്സിമം പ്രൊഡക്റ്റീവ് ആയിരിക്കാൻ ശ്രമിക്കുക, റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കാൻ ശ്രമിക്കുക.